നമസ്കാരം. സ്റ്റാറ്റസ് ഷോക്കേസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ തുടർച്ചയായ രണ്ടാം കളിയിലും നിരാശപ്പെടുത്തി കേരള നായകൻ സഞ്ജു സാംസൺ. വെള്ളിയാഴ്ച കരുത്തരായ മുംബൈക്ക് എതിരെ നടന്ന കളിയിൽ വെറും 4 റൺസിനാണ് സഞ്ജു പുറത്തായത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കേരളത്തിന് വേണ്ടി ബാറ്റിംഗ് ഓപ്പൺ ചെയ്ത സഞ്ജു 4 പന്തുകൾ മാത്രമാണ് നേരിട്ടത്. ഒരു ബൗണ്ടറിയും നേടി. സ്റ്റാർ പേസർ ഷർദുൽ താക്കൂറിന്റെ പന്ത് വിക്കറ്റിലേക്ക് അടിച്ചുകയറ്റിയാണ് സഞ്ജു പുറത്തായത്. ടൂർണമെന്റിൽ കേരളത്തിന്റെ ഏറ്റവും പ്രധാന മത്സരങ്ങളിലൊന്നായിരുന്നു മുംബൈക്ക് എതിരായത്. ഈ കളിയിൽ ടീമിന്റെ പ്രധാന താരമായ സഞ്ജുവിൽ നിന്ന് കേരളവും ആരാധകരും ഏറെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ താരത്തിന്റെ പ്രകടനം തീർത്തും നിരാശപ്പെടുത്തി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മിന്നും ഫോമിലായിരുന്ന സഞ്ജുവിന് ഇത്തവണ സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിലും ഉജ്ജ്വൽ തുടക്കമായിരുന്നു ലഭിച്ചത്. സർവീസിന് എതിരായ കളിയിൽ അദ്ദേഹം തകർത്തടിച്ചു. രോഹൻ കുന്നുമ്മലിനൊപ്പം ഓപ്പണിംഗിൽ എത്തിയ സഞ്ജു വെറും 45 പന്തുകളിൽ 75 റൺസാണ് നേടിയത്. 10 ഫോറുകളും 3 സിക്സറുകളും ഈ ഇന്നിംഗ്സിൽ സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു. കേരളമാകട്ടെ 3 വിക്കറ്റിന്റെ ജയം നേടുകയും ചെയ്തു. മഹാരാഷ്ട്രയ്ക്ക് എതിരെയായിരുന്നു ടൂർണമെന്റിൽ കേരളത്തിന്റെ രണ്ടാം മത്സരം. ഈ കളിയിലും കേരളം തന്നെയാണ് ആദ്യം ബാറ്റ് ചെയ്തത്. രോഹനൊപ്പം ഓപ്പണറായെത്തിയ സഞ്ജു മികച്ച രീതിയിൽ തുടങ്ങിയെങ്കിലും 19 റൺസിൽ പുറത്തായി. 15 പന്തുകളിൽ നിന്നായിരുന്നു ഇത്. 3 ബൗണ്ടറികളും ഈ ഇന്നിംഗ്സിൽ സഞ്ജു സ്കോർ ചെയ്തു. കേരളമാകട്ടെ ഈ കളിയിൽ 3 വിക്കറ്റുകൾക്ക് പരാജയപ്പെടുകയും ചെയ്തു. നാഗാലൻഡിനെതിരെ ആയിരുന്നു സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിന്റെ 3ാം മത്സരം. ദുർബലരായ എതിരാളികൾക്ക് എതിരെ നടന്ന ഈ കളിയിൽ സഞ്ജു കേരള നിരയിൽ ഉണ്ടായിരുന്നില്ല. താരത്തിന് ഈ മത്സരത്തിൽ നിന്ന് വിശ്രമം അനുവദിക്കുകയായിരുന്നുവെന്നാണ് സൂചന. സഞ്ജുവിന്റെ അഭാവത്തിലും മികച്ച കളി കെട്ടഴിച്ച കേരളം നാഗാലൻഡിനെ 8 വിക്കറ്റിന് തകർത്തു. അങ്ങനെ ഒരു മത്സര ഇടവേളയ്ക്ക് ശേഷമാണ് മുംബൈക്ക് എതിരായ കളിയിൽ സഞ്ജു കേരളത്തിന്റെ പ്ലേയിങ് 11ലേക്ക് തിരിച്ചെത്തിയത്. താരത്തിൽ നിന്ന് മറ്റൊരു വെടിക്കെട്ട് ആരാധകർ പ്രതീക്ഷിച്ചെങ്കിലും അത് സംഭവിച്ചില്ല. ആരാധകരെ വല്ലാതെ നിരാശപ്പെടുത്തുകയും ചെയ്തു ഇത്. അതേസമയം മുംബൈക്ക് എതിരായ കളിക്ക് ശേഷം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ കേരളത്തിന് 2 മത്സരങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. ഡിസംബർ 1-ാം തീയതി ഗോവയ്ക്ക് എതിരെയാണ് അടുത്ത മത്സരം. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഡിസംബർ 3-ന് കേരളം ആന്ധ്രയ്ക്ക് എതിരെ കളിക്കും. ഈ കളികളിൽ സഞ്ജു ഫോമിലാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകർ. അതേസമയം ഗ്രൂപ്പിൽ ആദ്യ 2 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്ന ടീമുകളാണ് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ നോക്കൌട്ടിലേക്ക് യോഗ്യത നേടുക. ഇതിൽ ഒന്നാമതെത്തുന്ന ടീം നേരിട്ട് ക്വാർട്ടറിലേക്കും 2ാം സ്ഥാനക്കാർ പ്രീ ക്വാർട്ടറിലേക്കുമാണ് എത്തുക.